ഫ്രണ്ട്സ്, എനിക്കുണ്ട് വിശേഷം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങൾ എന്ത് ചെയ്യട്ടെ അടിപൊളിയായിട്ടിരിക്കണം കേട്ടോ. അപ്പൊ ഇന്നൊരു സാറ്റർഡേ ആണ്. ഉച്ചക്കത്തെ ലഞ്ചൊക്കെ കഴിഞ്ഞ് അജീഷേട്ടനും അവിയും ഉറങ്ങാൻ പോയി. അജീഷേട്ടനും അവിയല്ല, അജീഷേട്ടൻ അവിനെ ഉറക്കാൻ പോയി. ആ സമയത്ത് ഇരുന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചു എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പം വിചാരിച്ചു എന്നാൽ ചെറിയൊരു പരീക്ഷണം നടത്താന്നുള്ളത്. ഒരു കേക്ക് കുറെ ദിവസം ഇങ്ങനെ ഇത് ചെയ്യണമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ആഴ്ചത്തെ പരീക്ഷണത്തിൻ്റെതായിരുന്നു ഒരു കുക്കി ആയിരുന്നു. പക്ഷെ അത് അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു. മൊത്തം ഞാനെടുത്ത് എന്താ പറയുക ആരും കഴിച്ചില്ല. ഞാൻ മാത്രം ഉണ്ടാക്കിയതാണല്ലോ എന്ന് വിചാരിച്ച് ഒരു എന്താ പറയാ ചെറിയ പീസ് കഴിച്ചു. പക്ഷെ എന്താ പറയുക നല്ല ഫ്ലോപ്പായിരുന്നു. അത് അതേപടി എടുത്ത് കളയാ ചെയ്തത്. അതുകൊണ്ട് ഈ ആഴ്ച വന്നേക്കുന്നതാണ് വേറൊരു പൂതി, എന്താ പറയുക ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പൊ അതെങ്ങനെയാവുന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ചെറുതായിട്ടൊരു വീഡിയോ എടുത്ത് വെക്കാം. എപ്പോഴും ഈ സക്സസ് ആവുന്ന സാധനങ്ങൾ മാത്രം കാണിച്ചു തന്നിട്ട് കാര്യമില്ലല്ലോ, ഇടയ്ക്കൊക്കെ ഫ്ലോപ്പ് ആവുന്ന സാധനങ്ങൾ കൂടെ കാണിച്ചു തരണ്ടല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നത്തെ എങ്ങനെയാവും എന്നുള്ളത്. എന്റെ ഓവർ കോൺഫിഡൻസിന് പുറത്താണ് ഞാൻ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെയാവുന്നു ഒരു പിടിയില്ല കേട്ടോ, നമുക്ക് നോക്കാം എന്താണേലും. അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഓറഞ്ചും ചോക്ലേറ്റും വെച്ചിട്ടുള്ള ഒരു കേക്കാണ്. അതും വലിയ ക്വാണ്ടിറ്റിയിലൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല, ചെറിയ ക്വാണ്ടിറ്റി. ഞങ്ങൾക്ക് 3 പേർക്കും ഒരു നേരം കഴിക്കാനുള്ള ചെറിയ ക്വാണ്ടിറ്റി. വലിയ അടാറ് ബേക്കിംഗ് ഒന്നും അല്ല കേട്ടോ, ചെറുതായിട്ട്. അതായത് എനിക്കറിയാവുന്ന രീതിയിൽ കുറെ വീഡിയോസ് ഒക്കെ കാണും. അതിൽ നിന്ന് എന്താ പറയുക ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ. എനിക്ക് ഒരുപാട് നേരം ഒന്നും കിച്ചണിൽ നിൽക്കുന്ന അങ്ങനെ പൊതുവെ താല്പര്യമുള്ള ഒരാളല്ല. അപ്പൊ പിന്നെ ഇങ്ങനെ കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഇല്ലെങ്കിൽ ഉണ്ടാക്കണം എന്ന് തോന്നുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും എന്താ പറയുക ഈസി വേയിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് എൻ്റെ ഒരു എന്താ പറയുക തിങ്കിങ്ങും ഇല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും പോകുന്നത്. അപ്പൊ നമുക്കിന്നൊരു കേക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പം വെൽക്കം ടു അനദർ വീഡിയോ. അങ്ങനെ എന്റെ സഹായി ഇവിടെ എത്തിയിട്ടുണ്ട്. അജയ്ശേട്ടൻ മറ്റേ ഓറഞ്ചിന്റെ ക്രസ്റ്റ് എടുത്തോണ്ടിരിക്കും കേട്ടോ. എന്റെ തൊലി അതിട്ടാലേ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ കുറച്ച് ഓറഞ്ചിന്റെ ജ്യൂസ് എടുക്കും കേട്ടോ നമ്മള്. അങ്ങനെ അജയ്ശേട്ടൻ അവിടെ നിന്ന് എന്താ പറയാ ഓറഞ്ചിന്റെ ജ്യൂസും ക്രസ്റ്റും ഒക്കെ എടുത്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വേറെ വേണ്ടത് സാധനങ്ങള് ഒരു മുട്ട വേണം, പിന്നെ കുറച്ച് ബട്ടർ, അതായത് നമ്മള് എടുക്കുന്ന പാത്രത്തിലൊന്നും ഇത് ചെയ്യാൻ വേണ്ടി, പിന്നെ ബേക്കിംഗ് പൗഡർ, കൊക്കോ പൗഡർ, പിന്നെ ചോക്ലേറ്റ് ചിപ്സ്, പിന്നെ ഞാൻ ഷുഗറിന് പകരം നമ്മുടെ എന്താ പറയാ ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിയായിട്ട് ഒന്നെങ്കിൽ മൈദ എടുക്കാം, ഇല്ലെങ്കിൽ ഓട്സിന്റെ ഇതെടുക്കാം, അതല്ലെങ്കിൽ നമ്മുടെ ഗോതമ്പ് പൊടി. ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നത് മൈദയാട്ടോ. സാധാരണഗതിയിൽ ഞാൻ ഓട്സോ ഇല്ലെങ്കിൽ എന്താ പറയാ ഗോതമ്പ് പൊടിയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇന്ന് ആ ഒരു വെളിയിൽ നിന്ന് കഴിക്കുന്ന ചോക്ലേറ്റ് ഉണ്ടല്ലോ, മീൻസ് കേക്ക് ഉണ്ടല്ലോ, അതിന്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കിട്ടണം, ഇല്ലെങ്കിൽ എന്താ പറയാ അതിന്റെ ഒരു ഫ്ലേവർ വേണമെന്നൊരിത്. ഇത് ശരിയാവില്ലെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ആ പരിപാടിയെല്ലാം നടക്കുന്നുണ്ട്. ഞാനപ്പോൾ ബാക്കി പരിപാടികളെല്ലാം ശരിയാക്കട്ടെ കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ലിക്വിഡ് ഫോമിലുള്ള സാധനങ്ങളെല്ലാം മിക്സ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ മുട്ട എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ട് ലിക്വിഡ് ഫോമും അതുപോലെ നമ്മുടെ പൗഡർ ഫോമിലുള്ള സാധനങ്ങൾ രണ്ടായിട്ട് മിക്സ് ചെയ്യും. പിന്നെ ഇത് ഒരുമിച്ച് മിക്സ് ചെയ്യുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഓറഞ്ച്, ഒരു മീഡിയം സൈസ് ഓറഞ്ച് ആയിരുന്നു ഞാൻ എടുത്തേക്കുന്നത്. ഒരു ഓറഞ്ചിൻ്റെ ഫുൾ ജ്യൂസ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ ഫുൾ ജ്യൂസും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്യുക. അപ്പോൾ എല്ലായിടത്തും നല്ല രീതിയിൽ മിക്സ് ആയിട്ട് വരും. നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം കേട്ടോ. എന്നാലേ ഇത് എന്താ പറയുക ഓറഞ്ചിൻ്റെ ഒരു ഫ്ലേവർ എല്ലായിടത്തേക്കും കിട്ടത്തുള്ളൂ. കുറേശ്ശെ ഒഴിച്ച് നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ബേക്ക് ചെയ്യാൻ എടുത്തേക്കുന്ന പാത്രത്തിലൊന്ന് ജസ്റ്റ് പരട്ടി വെക്കാൻ വേണ്ടിയിട്ട്. അതിൽ എക്സസ് ആയിട്ടുള്ളത് ഞാൻ ഈ ലിക്വിഡ് ഫോമിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കും. ഞാൻ ഉണ്ടാക്കുന്ന പാത്രത്തിൽ തന്നെ ആയിരുന്നു കേട്ടോ അത് മെൽറ്റ് ചെയ്തെടുത്തത്. അതുകൊണ്ട് അതിലേക്ക് തന്നെ തേച്ചിട്ട് ബാക്കി വരുന്നതാണ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുന്നത്. ഞാൻ കൂടുതൽ ഓയിൽസ് ഒന്നും ഉപയോഗിക്കാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് കൂടുതൽ വെജിറ്റബിൾസ് ഓയിൽസോ ഇല്ലെങ്കിൽ ബട്ടറോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ നല്ല സോഫ്റ്റായിട്ട് കേക്ക് കിട്ടും. എൻ്റെ കേക്ക്സ് അത്ര ഇങ്ങ് സോഫ്റ്റ് ആയിരിക്കത്തില്ല, ഞാൻ ഓയിൽസ് അത്ര ഉപയോഗിക്കാത്ത കാരണം. ഇനി ഇതിനൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ പൗഡറായിട്ടുള്ള സാധനങ്ങളെല്ലാം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഇന്നിവിടെ എടുക്കുന്ന മൈദയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓട്സോ അതുപോലെ തന്നെ നമ്മുടെ ഗോതമ്പ് പൊടിയോ എന്താണെന്ന് വെച്ച് എടുക്കാം. പിന്നെ നമ്മൾ ഈ പുറത്തുനിന്ന് കിട്ടുന്ന ഒരു കേക്കിൻ്റെ ടേസ്റ്റൊക്കെ വേണമെങ്കിൽ മൈദ തന്നെ എടുക്കണം. ഞാൻ എടുക്കുന്നത് വലിയ സ്പൂണിന് ഒരു 3 സ്പൂൺ മൈദയും അതുപോലെ തന്നെ കൊക്കോ പൗഡർ, ചെറിയ സ്പൂണിന് ഒരു 1.5 സ്പൂൺ കൊക്കോ പൗഡറും
1 സ്പൂൺ ബേക്കിംഗ് പൗഡറാണ് കൊടുക്കുന്നത്. പിന്നെ കൊക്കോ പൗഡർ ഇടുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, വളരെ കുറച്ചിടുക. പിന്നെ മിക്സൊക്കെ ചെയ്തതിന് ശേഷം എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ ആഡ് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ മാത്രം ഇടുക. കാരണം ഈ സാധനം എന്താ പറയുക, ഒത്തിരി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു കയ്പ്പായിരിക്കും വരുന്നത്. പിന്നെ ഞാനിവിടെ ഉപയോഗിക്കുന്നത് അൺഷുഗേർഡ് ആയിട്ടുള്ള കൊക്കോ പൗഡർ കേട്ടോ. ഷുഗേർഡ് ആയിട്ടുള്ള കൊക്കോ പൗഡർ മേടിക്കാൻ കിട്ടും. ഞാൻ ഇവിടെ അൺഷുഗേർഡ് ആയിട്ടുള്ളതാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സൂക്ഷിച്ച് ഉപയോഗിക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 1.5 സ്പൂൺ ബേക്കിംഗ് പൗഡർ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ബേക്കിംഗ് സോഡ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അപ്പോൾ രണ്ടും കൂടി ബാലൻസ് ചെയ്ത് ഓരോ സ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. മറ്റേ ബേക്കിംഗ് സോഡ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ ബേക്കിംഗ് പൗഡർ ഇടുന്നത്. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുന്നത് എടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ ഓറഞ്ചിൻ്റെ ക്രസ്റ്റും അതുപോലെ തന്നെ ശർക്കര കേട്ടോ. ഞാൻ എടുത്തേക്കുന്ന ഒരു മീഡിയം സൈസ് ഓറഞ്ച് എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ഏകദേശം ഒരു 1/4 പോർഷനും ക്രസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ അകത്ത് ഞാൻ കൂടുതൽ ഫ്ലേവറും കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല ഓറഞ്ചിൻ്റെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഓറഞ്ചിൻ്റെ ഫ്ലേവേർഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ കിട്ടുമല്ലോ, അത് ഉപയോഗിക്കാം. പക്ഷേ ആ സമയത്ത് നിങ്ങളുടെ ലിക്വിഡിൻ്റെ അകത്ത് വേണം അത് മിക്സ് ചെയ്ത് വെക്കാനായിട്ടോ. അപ്പോൾ നമുക്ക് അതെല്ലാം രണ്ടും കൂട്ടി യോജിക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ എയർ ഫ്രയർ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. 200 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ്സാണ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുന്നത്. പിന്നെ ബേക്ക് ചെയ്യാൻ നേരത്ത് ഒരു ടെമ്പറേച്ചർ കൊടുത്ത് 150ൽ ഒരു 40 മിനിറ്റ്സ് ആണ് വെക്കുന്നത്. നമ്മുടെ എയർ ഫ്രയർ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഈ നമ്മുടെ ഡ്രൈയും ഈ 2 ഇൻഗ്രീഡിയൻസും കൂടെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് കുറേശ്ശെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി, കാരണം നമുക്ക് എന്തോരം വേണമെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ ഒരു ഏകദേശം അളവ് വെച്ചിട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഇതിപ്പം കുറച്ച് ലൂസായിട്ടായിരിക്കുന്നത്. നമുക്ക് കുറച്ചും കൂടെ മൈദ ഇട്ട് കൊടുക്കാം കേട്ടോ, 1 സ്പൂണും കൂടെ. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ആവശ്യത്തിന് എടുത്തിട്ട് പിന്നെ അതിൻ്റെ അകത്തേക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുത്ത് ഇത് ചെയ്യുന്നത്. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും ബാക്ക്ഗ്രൗണ്ടിൽ, അത് എയർ ഫ്രയർ ചൂടാവുന്നതിന്റെ സൗണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ മൈദ ഇട്ട് കൊടുക്കേണ്ടത്. എനിക്ക് വലിയ കാര്യമായിട്ട് ബേക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനിവിടെ അളവൊന്നും പറയാത്തത്. പിന്നെ ഞാൻ എപ്പോഴും ചെയ്യുന്നത് ലിക്വിഡ് ഫോം എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് പൗഡറായിട്ടുള്ള കണ്ടന്റ് ആവശ്യത്തിന് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. ഏകദേശം കൺസിസ്റ്റൻസി അറിയാവുന്നതുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് കുഴച്ചെടുക്കും. അങ്ങനെ കണ്ടേ നമ്മുടെ ബാറ്റർ ശരിയായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് ചോക്കോ ചിപ്സും കൂടെ ആഡ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. മധുരവും പുളിയും ഒക്കെ നിങ്ങളുടെ ആവശ്യത്തിനായിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്തായിരുന്നു, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ആയിട്ട് വരുമ്പോൾ എങ്ങനെയാവും എനിക്കറിയത്തില്ല. നമുക്ക് കുറച്ച് ചോക്കോ ചിപ്സും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ബട്ടർ തേച്ച് വെച്ച പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ സാധനത്തിന്. കുറച്ച് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കണം ഇതിൻ്റെ മുകളിൽ. കാരണം ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ അവി കഴിക്കത്തില്ല കേട്ടോ ചോക്കോ ചിപ്സ്. അതുകൊണ്ട് 2-3 ഇട്ടണുള്ളൂ. അപ്പം ഇങ്ങനെയുണ്ട് നമ്മുടെ. ഇപ്പം നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം നന്നായിട്ട്. എൻ്റെ എയർ ഫ്രയർ ചൂടാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം അതൊന്ന് പ്രീ ഹീറ്റ് ആയി കഴിയുമ്പോൾ നമുക്കിതിനെ വെക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. നല്ലൊരു ക്യാൻഡി ഫ്ലേവർ എന്നൊക്കെ പറയുന്നത്, നമ്മൾ ക്യാൻഡി മിഠായി ഒക്കെ കഴിക്കുമ്പോൾ ഉള്ള ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അതാട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി എന്താ പറയാ, പിന്നെ ഞാൻ ശർക്കര ഇട്ടുകൊണ്ട് കുറച്ചൊന്ന് താഴെയായിട്ട് നിൽക്കുന്നത്. കാരണം ഇത് ചൂടാകുമ്പോഴത്തേക്കും ഒന്ന് ഉരുകി വരുമല്ലോ, അപ്പൊ കുറച്ചും കൂടെ മധുരം കൂടും. അതുകൊണ്ട് ഞാനൊരു ചെറിയ മധുരം, ഒരുപാട് മധുരം ആക്കാതെ ഇപ്പൊ ടേസ്റ്റ് ചെയ്യുമ്പോൾ ഒരു മീഡിയം അല്ല, മീഡിയത്തിനേക്കാൾ കുറച്ചും കൂടെ ഒരു മുകളിലുള്ള രീതിയിലാണ് മധുരം വെച്ചേക്കുന്നത് കേട്ടോ. ആ ഒരു ഇതിൽ വെച്ചിട്ടാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്തേക്കുന്നത്. കൂടുതൽ മധുരം ഇടാൻ പോയില്ല. പിന്നെ ആ ഓറഞ്ചിന്റെ ഫ്ലേവർ നല്ല രീതിയിലുണ്ട്. എനിക്കത് ഭയങ്കര അടിപൊളിയായിട്ട് ഇങ്ങനെ നക്കി നക്കി തിന്നോണ്ടിരിക്കും. ഞാൻ ആ പാത്രത്തിൽ നിന്ന് വടിച്ചെടുത്ത മൊത്തം എന്റെ വായിലേക്കാണ് പോയത്. കാരണം അത്ര നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ കോല എന്താണെന്നും
ടേസ്റ്റ് എന്താണെന്നുള്ളതും ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ എൻ്റെ എയർ ഫ്രയർ ഇവിടെ നല്ല അടിപൊളിയായിട്ട് പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. നേരത്തെ പറഞ്ഞ കണക്ക് 150 ഡിഗ്രിയിൽ ഏകദേശം ഒരു 45 മിനിറ്റ്സ് വെക്കുമ്പോഴത്തേക്കും കേക്ക് ആവും കേട്ടോ. അങ്ങനെ കേക്കൊക്കെ ആവണ സമയം കൊണ്ട് നമ്മളൊരു സിനിമ കാണാമെന്ന് വിചാരിച്ചു. സിനിമയല്ല, വെബ് സീരീസ്. ഇപ്പം മറ്റേ നീരജ് മാധവൻ്റെ പുതിയ വെബ് സീരീസ് ഇറങ്ങിയിട്ടുണ്ടല്ലോ, ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ. അപ്പം ഞാനും അജീഷേട്ടനോട് അത് കാണാൻ വേണ്ടി തുടങ്ങും. ആ സമയം കൊണ്ട് നമ്മുടെ കേക്കും ആയിക്കോളും. പിന്നെ അവി എഴുന്നേൽക്കുമ്പോഴത്തേക്കും കേക്ക് ആയിക്കോളും. എൻ്റെ ചൂടൊക്കെ പോയി കറക്റ്റ് സമയവും. അപ്പം ഞാൻ കാണിച്ചു തരാട്ടെ എങ്ങനെയുണ്ടെന്ന്. അപ്പം ഞങ്ങൾ സിനിമ കാണട്ടെ. അങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ചെറിയ ചൂടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് നേരം എടുത്ത് വെച്ചിട്ട് നല്ല രസമുണ്ട്. കഴിച്ചു നോക്കട്ടെ. ഞാൻ കഴിച്ചു നോക്കി അഭിപ്രായം പറയുന്നതിൽ വലിയ ഇതില്ലല്ലോ. നമുക്ക് അജീഷേട്ടന് കൊടുത്തു നോക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് എന്താ പറയുക, നമുക്ക് ഈ ക്രീമോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉപയോഗിക്കാം. ഞാൻ സാധാരണ ഒന്നും ഉപയോഗിക്കാറില്ല. പിന്നെ എനിക്ക് കൂടുതൽ ഉപയോഗിക്കണം തോന്നുമ്പോൾ ഞാൻ ചെയ്യുന്നത്, ഇതിൻ്റെ അകത്ത് ശർക്കര നമ്മൾ മെൽറ്റ് ചെയ്യുമല്ലോ, അതായത് വെള്ളം വെച്ചിട്ട് തിളപ്പിച്ചിട്ട്, അതായത് ലൂസാക്കി ശർക്കര എടുത്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് കൊക്കോ പൗഡറും കൂടെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഇതിൻ്റെ മണ്ടയിൽ വെച്ചാൽ ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പം നമുക്ക് അജീഷനുണ്ട് കൊടുത്തു നോക്കാം. എങ്ങനെയുണ്ട്? നല്ല ചൂടുണ്ട്. സാരല്ല, അത്ര മധുരം മതി. മറ്റേത് ശർക്കര ഇത് ചെയ്ത് ഒഴിക്കണോ? തണുക്കുമ്പോ ചൂടായതുകൊണ്ട് കൊള്ളാവോ? ഞാൻ കഴിച്ചോട്ടെ. കൊള്ളാവോ? ഓറഞ്ചിൻ്റെ ടേസ്റ്റൊക്കെ നല്ല കേട്ടോ. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മധുരം കുറച്ച് കുറവ്, കുറച്ചും കൂടെ മധുരം വേണമായിരുന്നു. കുഴപ്പമില്ല. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ജസ്റ്റ് ചുമ്മാ പെട്ടെന്ന് തുടങ്ങിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ, ഒന്നും ആലോചിക്കാതെ. അപ്പം ഞങ്ങൾ കേക്കൊക്കെ കഴിച്ച് എന്താ പറയുക, സിനിമയൊക്കെ കാണട്ടെ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.